കോതമംഗലം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മൂവാറ്റുപുഴ സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി എ വി നാരായണ ശർമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കഥകളിലൂടെ വിവിധങ്ങളായിട്ടുള്ള ലളിതമായ മനോഹരങ്ങളായ കഥകളിലൂടെ നമുക്ക് ആചാര്യന്മാർ വിവരിച്ചു തന്നിരിക്കുന്നത് വളരെ ഗഹനമായ തത്വചിന്തകളാണ്. അപ്പം അതുകൂടി മനസ്സിലാക്കുവാനുള്ള ഒരു വേളയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പോലുള്ള ഈ വേദികൾ. ഈ ക്ഷേത്രത്തിൽ നിന്നല്ല, പല ക്ഷേത്രങ്ങളിലും എല്ലാ വർഷങ്ങളിലും സപ്താഹയജ്ഞം നടക്കുന്നുണ്ട്. ഇപ്പോൾ പുരാണങ്ങളെ പറ്റി പറയാറുള്ളത് പുരാ അഭിനവം എന്ന് പറയാറുള്ളത്. വളരെ പുരാതനമാണെങ്കിലും നിത്യനൂതനമായിട്ട് നിലനിൽക്കുന്നതാണ് പുരാണങ്ങൾ. അതുകൊണ്ടാണല്ലോ നമുക്ക് എത്ര പ്രാവശ്യം കേട്ടാലും അത് മതിയാവാത്തത്. നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കഥകളാണെങ്കിലും നോവലാണെങ്കിലും സിനിമയാണെങ്കിലും 2 or 3 പ്രാവശ്യം കണ്ടാൽ നമ്മളത് മടുക്കും. പക്ഷേ ശ്രീമദ് ഭാഗവതം പോലുള്ള പുരാണങ്ങൾ നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു, വീണ്ടും 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 വായിക്കുന്നു. അപ്പോഴൊന്നും നമ്മൾ മടുക്കാതെ അതിൽ നിന്ന് പുതിയ 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 നമുക്ക് അറിവുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നതിന് കാരണം ആ മഹർഷീശ്വരന്മാർ അതിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം. അതായത് മഹർഷീശ്വരന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റി, ഈശ്വരോമുഖമാക്കി മാറ്റി. എപ്പോഴെല്ലാം നമ്മുടെ പ്രവൃത്തികൾ ഈശ്വരനിലേക്ക് തിരിക്കുന്നുവോ, ഈശ്വരോമുഖമാക്കുന്നുവോ, അപ്പോഴാണ് അതിന് നിത്യനൂതനത്വം ഉണ്ടാകുന്നത്. അതൊരിക്കലും നശിക്കില്ല. യജ്ഞാചാര്യൻ ചെത്തല്ലൂർ രാജുവാര്യർ മഹാത്മ്യ പ്രഭാഷണം നടത്തി. നമസ്കാരം. മഹാദേവന്റെ മുമ്പിൽ ഭഗവത്കഥകൾ പറയാനായിട്ടുണ്ട്. മഹാദേവന്റെ ഒരു അവസരം തന്നെ തന്നിരിക്കുകയാണ് ഇനിയുള്ളത്. ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ എന്താണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്നുള്ളത് അതൊരു കഥയിൽ കൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. എന്താണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തത്വം, അല്ലെങ്കിൽ ആ ഭാഗവതത്തിന്റെ മഹത്വം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ മഹാത്മാർ അധ്യായം വായിച്ച് അതിന്റെ കഥകൾ പറയും. ഇപ്പൊ അതൊക്കെ ചുരുക്കി ഒരധ്യായം വായിച്ച് ആ 6 അധ്യായത്തിന്റെയും കഥ പറയാം എന്നുള്ളതായി. അനവധി വർഷങ്ങളായിക്കൊണ്ട് ഈ മഹാദേവന്റെ മുമ്പിൽ ഭാഗവത സപ്താഹങ്ങൾ നടത്താറുണ്ട്. കഥകൾ നമുക്ക് എല്ലാവർക്കും പറയാം. എന്നാലും ആ ഒരു രീതി അനുസരിച്ച് മഹാത്മ്യത്തിലെ ഒരു അധ്യായം പാരായണം ചെയ്ത് കുറച്ചു നേരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജിജിമോൻ, സബ് ഗ്രൂപ്പ് ഓഫീസർ മല്ലിക NM, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജീവ് നായർ, സെക്രട്ടറി സുമേഷ് നാരായണൻകുട്ടി, പുല്ലേരി പ്രകാശ് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു.